ഒരടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തൻ പതിവ് പോലെ തയ്യാറെടുപ്പിലേക്ക് നിൽക്കുന്നതാണ് കേട്ടോ. ഓടി ഒന്ന് ചാടിയൊക്കെ പോയി. ആ ചാടി ആ ശരി ശരി ശരി. അങ്ങനെ കാണിച്ചത് എന്താണെന്നറിയാമോ ഫ്രണ്ട്സ്? ഞാനിതേ കൊണ്ടാക്കാൻ പോകണമെന്നാണ് ഇങ്ങനെ തല കൊണ്ട് കാണിച്ചത്. ശരി, പോയിട്ട് വാ കേട്ടാ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നപ്പോൾ ഒരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക്. ഉണ്ടാക്കാൻ പോവേണോ? ആണോ? ഓ, അടിയെ കൊണ്ടാക്കാൻ പോയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല കേട്ടോ. ഇങ്ങനെ പിറകെ നടക്കും കേട്ടോ. അത് കൊണ്ടാക്കിയില്ലേ പിന്നെ അന്നത്തെ ദിവസം അവൻ്റെ മൂഡ് പോയി. ഓ ഓ ഓ ശരി ശരി ശരി. സന്തോഷം കൊണ്ടാട്ടോ. സന്തോഷം വരുമ്പോഴൊക്കെ ഇങ്ങനെ സെറ്റിയിൽ കിടന്ന ഒരു ഒരക്കൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പല വീഡിയോസിൽ? ഇങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ? ആ പോയിട്ട് വാ, ഓടിപ്പോ ഓടിപ്പോ. ആ ഓടി ചാട്ടം കണ്ടോ? ഓടിപ്പോയിട്ട് വാ ഓടിപ്പോയിട്ട് വരണേ നമ്മുടെ പൊന്ന്. ആ ശരി 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 ഓക്കെ. എന്നാ ബോൾ കളിയാണ് കേട്ടോ. ബോൾ കളി ഇന്നത്തെ. ഓ ഓ ഓ ഓ സമ്മതിച്ചു. അയ്യോ, അത് തട്ടിക്കളയുന്നു. ഇത് കണ്ടോ, ഓടുന്നു. അയ്യോ 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 അയ്യോ. കണ്ടോ എടുത്തോണ്ട് വാ ബോള്. ബോൾ എടുക്കാൻ പോകുന്ന, ബോൾ താഴോട്ട് പോയി. ബോൾ എടുക്കാൻ പോകുന്ന കേട്ടോ. ഭയങ്കര കളിയാ കേട്ടോ. പോയാ അതെ, അതും താഴ്ത്തി. എടുത്തോണ്ട് വാ. ഇത് കണ്ടോ കളി? കണ്ടോ ബോൾ കളി കണ്ടോ? അതെ, കടിച്ചെടുത്തോണ്ട് വാ. ഓടി വാ ഇവിടെ ഭാഗത്തേക്ക് വാ. എടുത്തോണ്ട് വാ പോന്നോ. കിടക്കുന്ന പച്ച ബോള് കണ്ടോ? ഓ എടുത്തോണ്ട് വന്നേ. ഓ മുട്ടി അതില്. എടുത്തോണ്ട് വന്നേ ബോള്. ഓ ഇത് കണ്ടോ? ബോൾ കളി കണ്ടോ? വില്ലനായിട്ടോ അവൻ. നിങ്ങൾ വിചാരിച്ച ആളൊന്നും അല്ല അവൻ. 1 2 3 സ്റ്റാർട്ട്. പിടിച്ചോ. എടുത്തോണ്ട് വാ. സെറ്റിയുടെ ഇടയിൽ പോയി. സെറ്റിയുടെ ഇടയിൽ നോക്കുന്ന കേട്ടോ. എടുത്തോണ്ട് വന്നേ. ബോൾ എടുത്തോണ്ട് വന്നേ. ആ വെരി ഗുഡ്. എടുത്തോ? ആ എനിക്ക് തട്ടിത്തരുന്നു കേട്ടോ ബോള്. എടുത്തോ. തട്ട്. ആ വെരി ഗുഡ്. എടുത്തേ. ഓടി വാ. ആ പോയി അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തോണ്ട് വാ. ആ എടുക്ക പൊന്നാ. വിഷമം കേട്ടോ, അത് നീക്കി കൊടുത്തു സെറ്റി. ആ അവന് വലിയ സ്ഥലം വേണം കളിക്കാൻ. ആ എടുത്തോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്ന് ചരിഞ്ഞു പോകുന്നുണ്ടേ. അതൊക്കെ ഒന്ന് ക്ഷമിച്ചോണേ. ആ പോപ്പോ ജംപ് 1 2 3. ഓടിപ്പോ എടുത്തിട്ട് അതെ അടുക്കളയിലേക്ക് പോയി. ഓടി വാ. എവിടെ പോയി? ഒന്ന് കണ്ടായിരുന്നോ ബോള്? ആ അവിടെ നിന്നോ. സ്റ്റേ. കാലുകൊണ്ട് ചവിട്ടി എടുക്ക. കാലുകൊണ്ട് ചവിട്ടി വാ. എന്നാ ഗോളടിക്ക്. അടിച്ചേ ഗോള്. അടിച്ചേ. ആ അടിച്ചോ. ഓടി വാ. എടുത്തോണ്ട് വാ. അതെ അങ്ങോട്ട് വാ. അതെ അടുക്കളയിൽ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. വാ ഗോളടിച്ചോട്ട് എടുത്തോണ്ട് വാ. മമ്മയിട്ട് തരാം. ആ ഓക്കെ 1 2 3 സ്റ്റാർട്ട്. അപ്പം മമ്മിയും മോനും കൂടെ ഒന്ന് രാവിലെ കളിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പൂജയൊക്കെ. 1 2 3 സ്റ്റാർട്ട്. ഗോളടിക്കണം കേട്ടോ. ആ ഓടി വാ. എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. അല്ലിമലക്കാവിൽ പൂരം കാണാൻ വെച്ചിടു. ഇതുപോലെയൊക്കെ നല്ല രസം കേട്ടോ ഇവൻ. സത്യമായിട്ട് പറഞ്ഞാൽ നേരിൽ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസം ഇവൻ. ആണോ? ഇതൊക്കെ ആണോ പൊന്നിൻ്റെ? ഇന്ന് ഇതൊക്കെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്തും കിടപ്പുണ്ട് ബോൾ. അപ്പുറത്തെ ബെഡിലൊക്കെ കളിച്ചോണ്ടിരുന്നോ കേട്ടോ. എനിക്ക് ഫുഡൊക്കെ വേവിച്ച് തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെ എന്നോട് പറഞ്ഞു പാടണമെന്ന്.
രണ്ടുപേരെയൊക്കെ പാടാൻ കേട്ടോ. അപ്പോൾ വലിയ താളവും ശ്രുതിയൊന്നുമില്ല. എനിക്കറിയാം ചില പാട്ടുകളിൽ ചില മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ആ പാട്ടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ജീവൻ പാട്ട് പഠിച്ചവർ ഞാൻ കളഞ്ഞെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാം കൊണ്ടൊന്ന് സഹിച്ചിരിക്കുക, ഞാൻ പാടാൻ കേട്ടോ. അപ്പോൾ അത് പൂജയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പാടാം. ഫ്രണ്ട്സ്, എൻ്റെ മോൻ ബോൾ കളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കത്തിച്ചു, ഞങ്ങളെ പ്രണാം ചെയ്തു. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, ക്ഷീണം കൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്ന കേട്ടോ എൻ്റെ മോൻ. ചുമ പിടിച്ചു കേട്ടോ, തല വിയർത്തിട്ട കേട്ടോ, തല വിയർത്തിട്ട ചൂടുവെള്ളം കുടിക്കുന്നു. പിന്നെ ഈ പൂജ ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂർ കേട്ടോ. പൂജാ റൂമിലുണ്ടല്ലോ 1.5 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, 2 മണിക്കൂർ കേട്ടോ. പിന്നെ വ്യാഴാഴ്ചയൊക്കെ അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ഇറച്ചിയൊന്നും കൂട്ടി മത്സ്യമാംസാദികൾ കൂട്ടി ആരും പൂജാ റൂമിൽ കിടക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ചേച്ചി പാട്ട് പാടണേന്ന്. അപ്പോൾ അനന്തകൃഷ്ണന് വേണ്ടി ഞാൻ പാടുന്നു കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പാട്ട് അത്ര ഞാൻ വലിയ പഠിച്ച ആളോ ഒന്നുമല്ല കേട്ടോ. ഞാൻ പഠിച്ചത് ഡാൻസാണ്, പാട്ടൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. എന്നാലും ഒരു മൂളിപ്പാട്ടൊക്കെ നമുക്കും പാടണ്ടേ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എൻ്റെ പൊന്ന് ചിരിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് കിടക്കുന്ന കേട്ടോ. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എന്നമ്മ വിളിക്കണരച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ, അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറിക്കീടകം തിന്നാനും കുടിക്കാനുമില്ലാത്ത കാലം, നീ എന്നോ നീന്തി നടക്കണ കാലം, അടിവച്ചു വീണു കരയണ പ്രായം, വറുതിക്ക് തീർപ്പ് കളിപ്പിച്ചമ്പ്രാൻ, ഉണ്ണീടമ്മനെ കരുതി നിൽക്കാൻ, ഉണ്ണീടമ്മനെ കരുതി നിൽക്കാൻ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണേൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പാട്ടൊക്കെ അറിയാമെന്നുള്ളവരുണ്ടാവും കേട്ടോ, പഠിച്ചവരൊക്കെ. അവരൊന്നും എന്നെ കുറ്റം പറയല്ല കേട്ടോ. അറിയാവുന്നുള്ളത് പോലെയൊക്കെ പാടി. അതിൻ്റെ ശ്രുതി, താളം, ലയം എനിക്കറിയാം കേട്ടോ. ചെറിയൊരു സംഗതി പോലും, ചിലപ്പോൾ ചെറിയൊരു സംഗതി പോലും അതിൻ്റെ ഭയങ്കര ഹൈലൈറ്റായിരിക്കും കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ ജീവൻ ആ പാട്ടിൻ്റെ ചെറിയൊരു വേർഡ് തന്നെയായിരിക്കും. അതെനിക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അപ്പോൾ ശ്രുതിയും താളവും ലയവും സംഗതിയൊക്കെ വന്നോന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ, എന്നാലും ഞാൻ പിന്നെയും പാടത്തുള്ളൂ കേട്ടോ. കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാടത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 2-3 പ്രാവശ്യം പറഞ്ഞു, ചേച്ചി പാട്ട് പാടണേ വീഡിയോയിലെന്ന്. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്കാവുന്നത് എൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവില്ല, വലിയ കഴിവൊന്നും ഇല്ല കേട്ടോ. ഓടിച്ചൊന്നും പോരുത്, പാട്ട് ഫുള്ളായിട്ട് കേൾക്കണം, നിങ്ങൾ ഓടിപ്പോകരുത്. പിന്നെ ഒരു 4 ലൈൻ പാടാം.
അപ്പോൾ കുറേ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ വന്നിട്ട് കുറേ പാട്ടുകൾ ഹിന്ദിയും തമിഴും ഒക്കെ പാടിത്തരാം കേട്ടോ. ഒരു ദിവസം ലൈവിൽ വരാം. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ പാട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 ലൈനും കൂടെ പാടാം, ഇല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോകും കേട്ടോ. വെള്ളാരം കുന്നിലെ പൊൻമുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊൻമുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കതിരണി പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കതിരണി പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. പരിനെല്ലിൻ ചുണ്ടിലെ കിലുകിലെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. പരിനെല്ലിൻ ചുണ്ടിലെ കിലുകിലെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കരിമാടിക്കുട്ടന്മാർ കൊതിതുള്ളും തോപ്പിലെ ഒരു കണി നീട്ടുവാൻ കാറ്റേവാ. കരിമാടിക്കുട്ടന്മാർ കൊതിതുള്ളും തോപ്പിലെ ഒരു കണി നീട്ടുവാൻ കാറ്റേവാ. നല്ലൊരു നാളിലെ മാളോരെ മണ്ണിലെ തുള്ളിക്കളി കാണാൻ കാറ്റേവാ. പാട്ട് കേട്ട് മോന് ഉറങ്ങിക്കേട്ടോ. നല്ലൊരു നാളിലെ മാളോരെ മണ്ണിലെ തുള്ളിക്കളി കാണാൻ കാറ്റേവാ. ഇപ്പോൾ പാട്ട് ഇഷ്ടമായോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. മെസ്സേജ് ചെയ്യുന്നവരെ എൻ്റെ ദിൽ ടക്ക് 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 ടക്കെന്ന് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ല കൊള്ളില്ല ചേച്ചി, ഇത് എവിടെ കിടക്കുന്ന കഴുതരാകുമെന്ന് പറയല്ലേ. വെള്ളാരം കുന്നിലെ പൊൻമുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ കാറ്റേവാ കാറ്റേവാ. അപ്പം മോൻ്റെ കളിയും മമ്മിയുടെ കഴുതരാഗം പാട്ടുമൊക്കെ ആയിട്ട് ഞാനിന്ന് വന്നു. മോനിങ്ങനെ കിടക്കണം കേട്ടോ. പാട്ട് കേട്ട് ശ്രദ്ധിച്ച് എൻ്റെ മോൻ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മാറ്റി ഞാൻ കാണിച്ചു തന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ അടുത്ത് ഓടി 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 എത്തും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്, എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഡെയിലി കണ്ടൻറ്റൊക്കെ ആയിട്ട് വരണമല്ലേ. ഡെയിലി നമുക്ക് കണ്ടൻറ്റ് വേണം, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയും എൻ്റെ സബ്സ്ക്രൈബർ അനന്തകൃഷ്ണന് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇഷ്ടമായാൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്കൊക്കെ കുത്തുക. ഒന്ന് കൈകൊണ്ട് ലൈക്ക് കുത്തുന്നതിന് ഒന്നും വരാൻ പോകുന്നില്ലല്ലോ, പെട്ടെന്നൊന്ന് കുത്തിയാൽ പോരെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇത് കണ്ടോ, മോനിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇവിടെ കിടക്കുന്ന പാട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. രാത്രിയൊക്കെ നമ്മൾ പാടിക്കൊടുത്താൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും പൊന്നു, അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.